അങ്ങനെ എയർപോർട്ടിൽ നിന്ന് പാണ്ടനെയും പൊക്കി ഒരു ചായയും കുടിച്ച് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. സോ ദിസ് ഇസ് പാർട്ട് 2 ഓഫ് വാട്ട് ഹാപ്പൻ വിത്ത് നാട്ടിലെ ഗ്യാങ്. പോണതിന് മുമ്പ് വിഷ്ണു ഒരു കാര്യം പറയാണ്ട് അതൊന്ന് കേട്ടോക്ക്. ഈ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടല്ലോ, അത് ഞാൻ സഹിക്കും. ഹാർട്ടിൽ ബ്ലോക്ക് വന്നാലും ഞാൻ സഹിക്കും. പക്ഷെ പെൺകുട്ടികൾ വാട്സാപ്പിൽ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടല്ലോ, എന്റെ ഹൃദയം തകർന്നു. ഇത് കേട്ടപ്പോൾ വിഷ്ണുവിനെ കുറിച്ച് നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവല്ലോ. ഇതാണ് ബേസിക്കലി അവൻ. അങ്ങനെ വരുന്ന വഴിക്ക് മാക്സിമം പറയാൻ പറ്റാവുന്ന എല്ലാ ചളി അടിച്ച് ഞങ്ങൾ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അങ്ങാടിപ്പുറത്തുള്ള ചേങ്ങര ഹെറിറ്റേജ് റെസ്റ്റോറൻറ്റ്, പെരിന്തൽമണ്ണ ഉണ്ട സ്ഥലം. വരുന്ന വഴി മൊത്തം ഗൂഗിൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച സ്ഥലമായിരുന്നത്. പിന്നെ കണ്ടപ്പോൾ നല്ല ആംബിയൻസും ഉണ്ട്, കാണാൻ നല്ല രസമുണ്ട്. അങ്ങനെ ഞാനെന്തെങ്കിലും അവിടെ കുറേ കിടന്ന് കറങ്ങി ഇവന്മാർ ഫുഡൊക്കെ ഓർഡർ ചെയ്തായിരുന്നു. പക്ഷെ പുറത്തുനിന്ന് കണ്ട ഭംഗിയൊന്നുമല്ല കേട്ടോ ഇതിൻ്റെ റിയാലിറ്റി എന്ന് പറയുന്നത്. ഞങ്ങളുടെ പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറത്ത് ചേങ്ങര വന്നിട്ടൊരു ഹെറിറ്റേജ് പാർക്ക് അവിടെ വന്നായിരുന്നു. ആംബിയൻസ് കണ്ടു വന്നാ അതാണ് സ്ഥലം. ഓക്കെ, സോ ആംബിയൻസ് നമ്മൾ കൂടെ വന്നാണ്. ഇവിടെ ആംബിയൻസ് മാത്രമേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. സർവീസൊക്കെ ഭയങ്കര മോശം, ഞങ്ങൾക്ക് ഭയങ്കര ഷോക്കായിട്ട് തോന്നി. നിനക്ക് തോന്നുന്നത് ഇഷ്ടം പറ. ഭയങ്കര അലമ്പായി പോയി. അതെ, പുവർ, വെരി പുവർ. അങ്ങനെ ഫുഡും കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി റെസ്റ്റോറൻറ്റിനെ കുറിച്ച് പറയാനുള്ള എല്ലാ കാര്യങ്ങളും നെഗറ്റീവ് കമൻസ് പറഞ്ഞ് അത് സ്റ്റോറി ഇട്ട് പോസ്റ്റ് ചെയ്തപ്പോഴൊന്നും ഞങ്ങൾ അറിയേണ്ടതില്ല ഇതിനൊക്കെ വലിയ പണി ഞങ്ങൾക്ക് വരാൻ കിടക്കായിരുന്നു. ഒന്നുമില്ല, വരുന്ന വഴിക്ക് വണ്ടി പോയൊരു ലോറിനെ അടിച്ചു. നമ്മുടെ കാറിന് പറ്റാവുന്നതിന്റെ മാക്സിമം പറ്റിയെങ്കിലും ലോറിക്കൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ദൈവം സഹായിച്ച് ഞങ്ങൾക്കൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതാണ് ഏറ്റവും വലിയ കാര്യം. അവിടുന്ന് പിന്നെ ഭയങ്കര ഷോക്കായിരുന്നു. എല്ലാവരുടെ കൂടെ പൂരം കൂടാന്ന് വെച്ച് ലീവ് എക്സ്റ്റെൻഡ് ചെയ്തു വന്ന ഞാനായിരുന്നു. ഈ ഒരു ഇൻസിഡന്റിന് ശേഷം പൂരം കൂടാനുള്ള മൂടൊന്നും എനിക്കുണ്ടായിരുന്നില്ല. പക്ഷെ ഞാനിങ്ങനെ മൂഡ് ഓഫ് ആയ സമയത്തും എന്നെ മാക്സിമം വിളിച്ച് ചെയ്തതും എന്നെ പുറത്തേക്ക് ഇറക്കിയതും ഈ വിഷ്ണുവും എൻ്റെ ഈ ഫ്രണ്ട്സ് തന്നെയാണ് കേട്ടോ. മേ ബി ഞാൻ കുറച്ച് ടൈം എടുത്ത് റിയലൈസ് ചെയ്ത് വേറൊരു കാര്യമായിരിക്കും. എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ഇതുപോലെ കുറച്ച് ഫ്രണ്ട്സ് മതി എല്ലാ കാര്യങ്ങളും അതിൻ്റെ വഴിക്ക് പോകാൻ. ലൈഫ് ജസ്റ്റ് ഗോസ് ഓൺ ആൻഡ് യു ഹാവ് ടു ഗോ വിത്ത് ദാറ്റ്.